ഒമാനിലെ ബുറൈമി ഇന്ത്യൻ സ്കൂളിൽ അഗ്നിബാധ. ഇന്ന് രാവിലെ 7-നായിരുന്നു തീപിടുത്തം. സ്കൂളിലേക്ക് വിദ്യാർത്ഥികളും അധ്യാപകരും എത്തുന്നതിന് മുൻപായിരുന്നു സംഭവമെന്നതിനാൽ ആളപായം ഉണ്ടായില്ല. ക്ലാസ് മുറിയും ഫർണിച്ചറുകളും കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് കരുതുന്നു. അഗ്നിശമന സേനയും പോലീസും എത്തിയാണ് തീയണച്ചത്. സ്കൂളിന് ശനിയാഴ്ച വരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോക ഇസ്ലാമിക പണ്ഡിത സഭ അധ്യക്ഷൻ ഡോക്ടർ യൂസുഫുൽ ഖർലാവിക്ക് ഇന്ന് 87-ാം പിറന്നാൾ. 1926 സെപ്റ്റംബർ 9-ന് ഈജിപ്തിലെ സിഫ്ത് തുറാബ് ഗ്രാമത്തിലായിരുന്നു ഖർലാവിയുടെ ജനനം. കർഷക കുടുംബത്തിലായിരുന്നു ഷെയ്ഖ് യൂസുഫുൽ ഖർലാവിയുടെ ജനനം. 2-ാം വയസ്സിൽ പിതാവിന് നഷ്ടമായ ഖർലാവി പിതൃവ്യന്റെ സംരക്ഷണത്തിലായിരുന്നു വളർന്നത്. 11-ാം വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഖർലാവി വിദ്യാർത്ഥി ജീവിതത്തിൽ തന്നെ കവിതകൾ രചിച്ചിരുന്നു. 1953-ൽ യൂസുഫുൽ ഖർലാവി ഈജിപ്തിലെ പ്രസിദ്ധമായ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇസ്ലാമിക വിഷയത്തിൽ ബിരുദം നേടി. ഈജിപ്ഷ്യൻ പ്രസിഡന്റായിരുന്ന ഗമാൽ അബ്ദുൽ നാസറിന്റെ ഭരണകാലത്ത് 1-ൽ കൂടുതൽ തവണ ജയിൽവാസം അനുഷ്ഠിച്ചു. ചെറുപ്പത്തിൽ തന്നെ ഇമാം ഹസൽ ബന്നയുടെ വ്യക്തിത്വത്തിൽ ആകർഷകനായ ഖർലാവി മുസ്ലിം ബ്രദർഹുഡിന്റെ സജീവ പ്രവർത്തകനായി മാറി. ഭരണാധികാരികളുടെ കണ്ണിലെ കരടായി മാറിയ ഷെയ്ഖിനെ ഖത്തർ സർക്കാർ ഖത്തറിലേക്ക് ക്ഷണിക്കുകയും ഖത്തർ പൗരത്വം നൽകി സംരക്ഷിക്കുകയും ചെയ്തു. അറബി ഭാഷയിൽ 120ഓളം പുസ്തകങ്ങൾ ഇതിനകം തന്നെ രചിച്ചു കഴിഞ്ഞു. ഖത്തറിൽ ഷെയ്ഖിന് വലിയ സ്വീകരണമാണ് ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് ലഭിച്ചത്. 2011-ലായിരുന്നു ഈജിപ്ത് വിട്ട ഖർലാവി സ്വന്തം നാട്ടിൽ കാലുകുത്തുന്നത്. അറബ് ലോകത്ത് ഖത്തറിന്റെ വ്യത്യസ്തമായ നിലപാടിന് കാരണം ഖർലാവിയുടെ സാന്നിധ്യമാണെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇറാഖ്, അഫ്ഗാൻ, ഫലസ്തീൻ പ്രശ്നങ്ങളിൽ ജോർജ് ബുഷിനെതിരെയും സയനിസ്റ്റ് ഭീകരതയും നിശ്ചിതമായി വിമർശിക്കുകയും പ്രവാചക നിന്ന നടത്തിയ ഡെൻമാർക്കിനെതിരെ ശബ്ദിക്കുകയും ചെയ്തതിന്റെ പേരിൽ അമേരിക്കൻ ഇസ്രായേൽ ലോബിയുടെ കണ്ണിൽ കരടായി മാറി. ചെറുപ്രായത്തിൽ തന്നെ നീതിക്ക് വേണ്ടി ശബ്ദിച്ചു തുടങ്ങിയ ഷെയ്ഖ് ഖർലാവി 87-ാം വയസ്സിലും ആവേശം ഒട്ടും ചോരാതെ എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും അനീതിക്കെതിരെ ഗർജിച്ചുകൊണ്ടിരിക്കുന്നു. മീഡിയ 1, ഖത്തർ. ഖത്തറിൽ ഇനി മുതൽ വനിതകൾ ഓടിക്കുന്ന ടാക്സിയുടെ സേവനം ലഭ്യമാകും. അൽ ഇജാറ ടാക്സി കമ്പനിയാണ് വനിതകൾ ഓടിക്കുന്ന ടാക്സികൾ നിരത്തിലിറക്കുന്നത്. സ്ത്രീകൾ ഡ്രൈവറാകുന്ന കാറുകൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായിട്ടാണ് ഓടുക. അന്താരാഷ്ട്ര നിലവാരമുള്ള കാറുകളുടെ സേവനം 24 മണിക്കൂറും ഖത്തറിൽ ലഭ്യമാകുമെന്ന് അധികൃതർ അറിയിച്ചു. ഗൾഫിലെ പ്രമുഖ വ്യവസായിയും ഇന്ത്യക്കാരനുമായ ഗണേഷ് ശ്രീനിവാസൻ നിര്യാതനായി. ഗൾഫ് ഇൻകോർ കമ്പനി ജനറൽ മാനേജറായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ദോഹ അൽ ഐൻഡ ഗാർഡനിലെ വീട്ടിലായിരുന്നു മരണം. ICC അഡ്വൈസറി കൗൺസിൽ മുൻ പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട്. ഖത്തറിലെ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ ശ്രദ്ധേയനായ വ്യക്തിയായിരുന്നു. മൃതദേഹം നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു. എറണാകുളം പെരുമ്പാവൂർ റയോൺപുരം തെക്കേക്കുടി വീട്ടിൽ ഷെയ്ഖ് ഉമ്മർ ഹൃദയാഘാതത്തെ തുടർന്ന് ദമാമിൽ മരിച്ചു. ദമാം സെൻട്രൽ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ഞായറാഴ്ച രാത്രി നെഞ്ചുവേദനയുണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. 17 വർഷമായി അൽ ജാമിൽ എയർ കണ്ടീഷണർ കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു. മെഡിക്കൽ കോംപ്ലക്സ് മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ബന്ധുക്കൾ. സൗദി അറേബ്യയിലെ നജ്റാനിൽ ജോലി ചെയ്യുന്ന തിരുവനന്തപുരം സ്വദേശി നാട്ടിൽ മരിച്ചു. പെരിങ്ങാമല തെന്നൂർ ജെ വില്ലയിൽ അബ്ദുൽ ജലീലാണ് തിരുവനന്തപുരം RCCയിൽ മരിച്ചത്. 3 മാസം മുൻപ് അവധിക്ക് നാട്ടിൽ പോയതായിരുന്നു അദ്ദേഹം. 23 വർഷമായി നജ്റാനിൽ ജോലിക്കാരനായിരുന്നു. മൃതദേഹം പെരിങ്ങാമല ദൈവപുര ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി. ഓണത്തെ വരവേൽക്കാൻ UAE-യിലെ പച്ചക്കറി മാർക്കറ്റുകളും ഒരുങ്ങി. പച്ചക്കറി കൃഷിയില്ലെങ്കിലും ഇവിടുത്തെ മലയാളികൾക്ക് ഓണം ആഘോഷിക്കാനുള്ള പച്ചക്കറികൾ നേരത്തെ തന്നെ മാർക്കറ്റിൽ ഇടം നേടിക്കഴിഞ്ഞു. ദുബായിൽ നിന്നുള്ള റിപ്പോർട്ട്. ലോകത്തിലെ ഏതു കോണിലായാലും മലയാളി മനസ്സുകളെ ഒന്നിപ്പിക്കുന്ന ആഘോഷമാണ് ഓണം. ആയിരക്കണക്കിന് മലയാളികൾ ജീവിക്കുന്ന പ്രവാസ ലോകത്തും ഓണത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ കാര്യമായാണ് നടക്കുന്നത്. ഓണത്തിന്റെ അവിഭാജ്യ ഘടകമായ ഓണസദ്യക്കുള്ള പച്ചക്കറികളാണ് പ്രധാനമായും UAE-യിൽ എത്തിയിരിക്കുന്നത്. ലോകത്തിലെ 2-ാം സ്ഥാനത്തും UAE-യിലെ 1-ാം സ്ഥാനത്തും നിൽക്കുന്ന അൽ അവീർ പച്ചക്കറി മാർക്കറ്റിൽ ലഭ്യമല്ലാത്ത പച്ചക്കറി ഇനങ്ങളില്ല. പ്രതിദിനം 1 മില്യൺ ദിർഹത്തിന്റെ കച്ചവടം വരെ ഓണവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കാറുണ്ട്. സാധാരണ രീതിയിൽ ഓണത്തിന് ഇവിടെ നാട്ടിനേക്കാളും കൂടുതൽ ബിസിനസ് നടക്കുന്നുണ്ട്. കാരണം എല്ലാ പച്ചക്കറിയും ഓണത്തിന് സാധാരണ പോണക്കായും ഒരു 4 ഇരട്ടിയെങ്കിലും സെയിലുണ്ടാവും. വലിയൊരു വോളിയത്തിൽ തന്നെ ഒരു മില്യൺ ദിർഹംസിൻ്റെ ഒക്കെ കച്ചവടം ഈ മേഖലയിൽ നടക്കാൻ ചാൻസ് മൊത്തത്തിലൊരു മാർക്കറ്റ്. അത്തപ്പൂവിന്റെയും മഹാബലിയുടെയും സാന്നിധ്യമുണ്ടാവില്ലെങ്കിലും ഓണനാളിൽ പ്രവാസി മലയാളികളുടെ പ്രധാന ആഘോഷം പൂവിടലും ഓണസദ്യ ഒരുക്കലുമാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പച്ചക്കറികൾ ഈ മാർക്കറ്റിലെത്തുന്നുണ്ടെങ്കിലും ഓണത്തിനായി കേരളത്തിൽ നിന്ന് തന്നെ പ്രത്യേകം പച്ചക്കറികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. UAE-യിലെ എല്ലാ ഭാഗത്തുള്ള പച്ചക്കറി മാർക്കറ്റുകളിലേക്കുള്ള പച്ചക്കറികളും വിതരണം ചെയ്യുന്നത് ഈ ഹോൾസെയിൽ ഫ്രൂട്ട്സ് മാർക്കറ്റിൽ നിന്നാണ്. ഓണത്തെ വരവേൽക്കാൻ UAE-യിലെ പച്ചക്കറി മാർക്കറ്റുകളും കേരളത്തിലെ പോലെ തന്നെ സജീവമായി കഴിഞ്ഞു. UAE-യിലെ ഏറ്റവും വലിയ പച്ചക്കറി മാർക്കറ്റായ അൽ അവീറിൽ നിന്നും ഹാരിസ് അരിക്കുളം,